പക്ഷെ അതല്ല സംഗതി. ഈ അബ്സോർപ്ഷനിൽ പോണ സമയത്ത് ആക്ച്വലി സ്റ്റിൽനെസ് കണ്ടീഷനിലാണ് നമ്മൾ നിൽക്കണേ. അവിടെ നമ്മൾ കട്ട് ഓഫ് ചെയ്ത് പോകാൻ പാടില്ല. അത് നമ്മൾ അറിയണം, അതെന്താന്നുള്ളത് നമ്മൾ ബോധത്തോടുകൂടി ശ്രദ്ധിക്കണം. നമുക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ബോധത്തോടെ ശ്രദ്ധിക്കാൻ തുടങ്ങിയ തോട്ട്സ് വരും. അപ്പോൾ നമ്മൾ തോട്ട്സിന്റെ പിന്നാലെ പോകും. അതിനാണ് പ്രാക്ടീസ് ചെയ്യണമെന്ന് മാസ്റ്റർ പറയുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയാനുള്ള കാരണം, നമ്മൾ ക്ലീനിങ് ചെയ്ത് ഈ ചിന്തകളുടെ ലോകത്ത് നിന്ന് നമ്മൾ വിടാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കുകയാണെങ്കിൽ നമ്മൾ ഈ സ്റ്റിൽനെസ്സിലേക്ക് ചെല്ലും. സ്റ്റിൽനെസ്സിലേക്ക് ചെല്ലുന്ന സമയത്ത് നമുക്ക് അലേർട്ട്നെസ് ഉണ്ടെങ്കിൽ നമുക്കത് കാണാൻ സാധിക്കും, അനുഭവിക്കാൻ പറ്റും. അപ്പോൾ ഈ അലേർട്ട്നെസ് എങ്ങനെയാ വരിക? ബാബുജി എഴുതിയിരിക്കുന്ന ഒരു സംഗതിയുണ്ട്. നമ്മൾ ധ്യാനത്തിൽ ഇരിക്കുന്ന സമയത്ത് സ്നേഹത്തോടും ഭക്തിയോടും കൂടി ഇരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തിന്? നമ്മുടെ ശ്രദ്ധ, ബോധം ഏറ്റവും ഉണർന്നിരിക്കുന്ന സന്ദർഭം നമ്മൾ സ്നേഹത്തിലിരിക്കുന്നു. സ്നേഹമാണ് അലേർട്ട്നെസ് തരുന്നത്. അപ്പോൾ ആ സ്നേഹം നമ്മുടെ ഉള്ളിൽ വരുന്ന സമയത്ത് ഈ സ്റ്റിൽനെസ് വന്നാലും നമുക്ക് അലേർട്ട്നെസ് ഉണ്ടാവും, ബോധം ഉണ്ടാവും, ബോധം ഉണർന്നിരിക്കും ശരിക്കും. അപ്പോഴാണ് നമ്മൾ ആക്ച്വലി മാസ്റ്റേഴ്സ് ഉദ്ദേശിക്കുന്ന ലെവലിൽ നമ്മൾ ധ്യാനം ചെയ്യാൻ തുടങ്ങുന്നത്.